Hi all, welcome to Competitive Tracker. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയുടെ മറ്റൊരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. The net purchase made during the year 12 lakh, opening stock rupees 2,50,000 and closing stock rupees 1,50,000. Then what is the cost of goods sold? നമുക്ക് നെറ്റ് പർച്ചേസ് തന്നിട്ടുണ്ട് 12 ലക്ഷമാണ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 2,50,000 ക്ലോസിംഗ് സ്റ്റോക്ക് 1,50,000 ആണെന്നറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യുന്നതൊക്കെ ആൻസർ കണ്ടുപിടിക്കാം. ഇക്വേഷൻ അറിയില്ലാത്തവർക്ക് ഒരു സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നു, നെറ്റ് പർച്ചേസ് എഴുതുന്നു. അതുപോലെ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതുകയാണ് 1,50,000. നമ്മൾ ബാലൻസ് ചെയ്യുന്നു 14,50,000 നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്. ആ 14,50,000 നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു. ആ 14,50,000 നിന്ന് 1,50,000 നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ 1,50,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 13 ലക്ഷമായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ഇക്വേഷൻ ഒന്നുമില്ല, അതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്